രചന രാജീഷ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. അമ്മേ അമ്മേ ഇതാ എഴുന്നേറ്റ് ചായ കുടിക്ക്. മീര അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചായ അവർക്ക് നൽകി. അമ്മ കാരണം എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടായി അല്ലേ? അവർ നിസ്സായതോടെ അവളെ നോക്കി. ഓ, എൻ്റെ അമ്മയെ നോക്കുന്ന എനിക്കെങ്ങനെയാ ബുദ്ധിമുട്ടാവുന്നത്? 10 മാസം എന്നെ വയറ്റിൽ ചുമന്ന് എനിക്കൊരു പോറൽ പോലും പറ്റാതെ എനിക്ക് വേണ്ടി അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പോലും മാറ്റിവെച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ എന്നെ പ്രാപ്തിയാക്കിയത് എൻ്റെ അമ്മയല്ലേ. ഞാൻ അമ്മയെ എത്ര നാൾ നോക്കിയാലും അതിനൊന്നും പകരാവില്ല അമ്മ. അതുകൊണ്ട് എൻ്റെ അമ്മക്കുട്ടി വേറെ ചിന്തിക്കാതെ ഈ ചായ കുടിച്ചിട്ട് ഉറങ്ങിക്കോ. അടുക്കളയിൽ കുറച്ച് പണി കൂടിയുണ്ട്, അത് ചെയ്ത് കളരിക്കൽ പോയിട്ട് വേണം എനിക്ക് കോളേജിൽ പോവാൻ. കളരിക്കൽ മോളെന്തിനാ പോകുന്നേ? എന്തിനാന്നോ? അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, അപ്പം അമ്മയ്ക്ക് വരെ ഞാൻ പോവാം. അല്ലെങ്കിൽ സന്ധ്യാമ്മയുടെ അവിടെ മറ്റാരെങ്കിലും ജോലിക്ക് എടുത്തു നമ്മുടെ കഞ്ഞിയോടി മുട്ടുകയും ചെയ്യും. അതുകൊണ്ട് അമ്മയ്ക്ക് ഭേദാകുന്നവരെ ഞാൻ പൊക്കോളാം. മോളെ അത് ഒരതുമില്ല, അമ്മ വേറൊന്നും ചിന്തിക്കണ്ട, കിടന്നോ. ആ കിടക്കമ്മേ. അവൾ അമ്മയെ പിടിച്ചു കിടത്തിയ ശേഷം അടുക്കളയിലേക്ക് പോയി. മകളെ ഓർത്ത് ആ അമ്മയുടെ ഹൃദയം വേദനിച്ചു, അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരുന്നല്ലോ, എന്തൊരു വിധിയായത്. ഈ ഗീതാമ്മ എന്താ വരാത്തെ? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ജ്വല്ലറി വരെ പോവുകയും വേണം. സന്ധ്യ മിഥുനോട് പറഞ്ഞു. അവർ വരും സന്ധ്യ, നീ റെഡിയായിക്കോ, മിഥുൻ പറഞ്ഞു. ഒരു കൃത്യനിഷ്ഠതയില്ല അവർക്ക്. വേറെ ജോലിക്കാരെ നിർത്താന്ന് വെച്ച് ഇവർ ചെയ്യുന്ന പോലെ ചെയ്യത്തുമില്ല. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത്. ഓ, വന്നേന്ന് തോന്നുന്നു. സന്ധ്യ ഡോർ തുറക്കാനായി പോയി. ഡോർ തുറന്ന സന്ധ്യ കണ്ടത് പുറത്ത് നിൽക്കുന്ന മീരയാണ്. അല്ല, നീ എന്താ ഇവിടെ? ഗീതാമ്മ ഇവിടെ? എത്ര ടൈമായി അവരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? അത് മേഡം, അമ്മ ഇന്നലെ മുറ്റത്തൊന്ന് വീണു, നടക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാണ് ഞാൻ വന്ന്. അമ്മക്ക് വരെ ഞാൻ ജോലി ചെയ്തോളാം. നീയോ? അതിന് നിനക്ക് വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയോ? അത്യാവശ്യം പാചകമൊക്കെ എനിക്കറിയാം മേഡം. എന്നാ കിച്ചണിലേക്ക് ചെല്ല്, ആദ്യം കോഫി ഉണ്ടാക്ക്. ശരി മേഡം. അവൾ കിച്ചണിലേക്ക് പോയി. എന്താവോ എന്തോ. സന്ധ്യ മിഥുനെ നോക്കി. ഗീതാമ്മക്ക് നല്ല കൈപ്പുണ്യല്ലേ, അത് കുറച്ചെങ്കിലും മോൾക്ക് കാണാതിരിക്കുമോ? മിഥുൻ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ മീര കോഫിയുമായി വന്നു. മാഡം, ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ? യെസ് മാം. സന്ധ്യ കോഫി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. മിഥുനും ഗീതാമ്മ ഉണ്ടാക്കുന്ന അതേ കോഫി. അവർക്ക് കോഫി ഇഷ്ടപ്പെട്ടു. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ശരി മാം. മീര, എന്താ മാം? ഞാനും ഇതിനും ജ്വല്ലറി വരെ പോവാ. ശ്രീഹരി വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കൊടുക്കണം, കേട്ടല്ലോ? ഓക്കെ മാം. സന്ധ്യയും മിഥുനും പോയി. മീര ജോലിയൊക്കെ ഏകദേശം ഒതുക്കി. അപ്പോഴാണ് ജോഗിങ് കഴിഞ്ഞ് ശ്രീഹരി എത്തിയത്. അവൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിരിഞ്ഞപ്പോഴാണ് കിച്ചണിൽ നിൽക്കുന്ന മീരയെ കണ്ടത്. അവൻ അങ്ങോട്ടേക്ക് പോയി. നീ എന്താ ഇവിടെ? അത് അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് അമ്മയ്ക്ക് പകരം ഞാൻ വന്നതാ. വായിക്ക് രുചിയായിട്ട് വല്ലതും ഉണ്ടാക്കാൻ അറിയോ നിനക്ക്? അവളൊന്നും മിണ്ടിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് നോക്ക്, ഞാൻ നോക്കട്ടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന്. ഓക്കെ സർ. അവൻ റൂമിലേക്ക് പോയി. വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കാൻ അറിയാവോന്ന് ഒന്നും അറിയത്തുമില്ല, ചെയ്യുന്നവരെ പുച്ഛിക്കരും. കണ്ട ഷാറൂഖ് ആണെന്ന വിചാരം, ജാട തെണ്ടി. അവൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചു. ശ്രീഹരി കഴിക്കാൻ വന്നിരുന്നു. ഇനി വിളമ്പിത്തരാൻ നിന്നോട് പ്രത്യേകം പറയണോ? മാറി നിൽക്കുന്ന അവളെ നോക്കി ശ്രീ പറഞ്ഞു. വേണ്ട സർ, ഞാൻ. അവൾ അവന് അപ്പവും മുട്ടക്കറിയും വിളമ്പിക്കൊടുത്തു. അവനതിൻ്റെ ടേസ്റ്റ് നോക്കി. കൊള്ളാം, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ മുഴുവൻ കഴിച്ച് അവളെ നോക്കുപോലും ചെയ്യാതെ അവിടുന്ന് പോയി. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. എന്തിനൊന്ന് പറഞ്ഞു അവളുടെ വായിന് മുത്തുകൊഴിയോ? അവൾ പിറുപിറുത്തു. പ്ലേറ്റൊക്കെ കഴുകി വെച്ച് അവൾ മുകളിലേക്ക് കയറി ശ്രീയുടെ അടുത്തേക്ക് പോയി. അവൻ ബെഡിൽ കിടക്കുകയായിരുന്നു. അവൾ ഡോറിനടുത്തുനിന്ന് അവനെ വിളിച്ചു. സർ. എന്തോ? അത് ഞാൻ പൊക്കോട്ടെ, എനിക്ക് കോളേജിൽ പോകണം. ഓക്കോ. താങ്ക് യു സർ. അവൾ ഡോറ് ചാരി അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരം അമ്മയുടെ കാര്യങ്ങൾ നോക്കി അവൾ വേഗം കളരിക്കിലേക്ക് പോയി. എന്താ ലേറ്റായത്? അത് കോളേജിൽ നിന്ന് എത്തിയപ്പോൾ ലേറ്റായി മാം, അതാ. വേഗം പോയി ചായ ഉണ്ടാക്കുക. ശരി മാം. ഈ പെണ്ണുമ്പിള്ളക്ക് ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിച്ചാലെന്താ, കയ്യിൽ വള ഊരിപ്പോവും. മീര പിറുപിറുത്തുകൊണ്ട് ചായ ഉണ്ടാക്കി സന്ധ്യക്കും ഇതിനും കൊടുത്തു. സ്ത്രീക്കുള്ള ചായ അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്ക്, സന്ധ്യ പറഞ്ഞു. ശരി മാം. അവൾ ചായയും എടുത്ത് മുകളിലെ മുറി ലക്ഷ്യമാക്കി നടന്നു. സർ. അവൾ ഡോറിനരികിൽ നിന്ന് വിളിച്ചു. എന്താ? ചായ അവിടെ വെച്ചേക്ക്, ശ്രീ പറഞ്ഞു. അവൾ ചായ ടേബിളിൽ വെച്ച് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീ അവളെ വിളിച്ചു. ഒന്ന് എൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് അലക്കാൻ, അതുകൂടി എടുത്തിട്ട് പോ. ഓക്കെ സാർ. അവൾ ബാസ്ക്കറ്റിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് എടുത്ത് താഴേക്ക് പോയി. ഡ്രസ്സ് മെഷീനിൽ ഇട്ടു. മാഡം, ഡ്രസ്സ് അലക്കാനുണ്ടോ? സാറിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ആ, റൂമിലുണ്ട്, പോയി എടുക്ക്. ഓക്കെ മാം. അവൾ റൂമിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് മെഷീനിൽ ഇട്ടു. ബാക്കിയുള്ള പണികളും തീർത്ത് അവൾ 6 മണിയോടുകൂടി വീട്ടിലേക്ക് പോയി. ഓളെ, അമ്മ കാരണം മോൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? എൻ്റെ പൊന്നമ്മേ, അതൊന്നും ഓർക്കേണ്ട. ഇപ്പം ഈ ഭക്ഷണം കഴിച്ചേ. അവൾ അവർക്ക് ഭക്ഷണവും മരുന്നും നൽകി. അമ്മയെ കിടത്തി അവൾ അവരെ കെട്ടിപ്പിടിച്ച് അവർക്കടുത്തേക്ക് കിടന്നു. പിറ്റേന്ന് ക്ഷീണം കാരണം അവൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എൻ്റെ ദേവി, സമയം ഒത്തിരി ആയല്ലോ, സന്ധ്യ മാം ഇന്നെ പൊരിക്കും. അവൾ പെട്ടെന്ന് അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അവർക്കരികിൽ വെച്ച് കളരിക്കിലേക്ക് ഓടി. ദേ കൊച്ചേ, ഇങ്ങനെ ലേറ്റായിട്ടാണ് വരുന്നെങ്കിലേ ഞാൻ ജോലിക്ക് വേറെ ആളെ നിർത്തും കേട്ടോ. നിന്റെ സൗകര്യത്തിന് വെയിറ്റ് ചെയ്യാൻ ഞങ്ങളെ കിട്ടില്ല.
സോറി മാം, കുറച്ച് ലേറ്റായി പോയി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. വേഗം ചെന്ന് പണി നിൽക്ക്. ശരി മാം. സന്ധ്യയും ഇതിനും ജ്വല്ലറിയിലേക്ക് പോയി. ശ്രീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജ്വല്ലറിയിലേക്ക് പോകാനായി ഇറങ്ങി. നിന്റെ പണി കഴിഞ്ഞിട്ട് വീട് കൂട്ടിക്ക് ഈ സണ്ണിച്ചേട്ടൻ്റെ കൈ കൊടുത്തേക്ക്. ശരി സാർ. അവിടുത്തെ പുറത്തെ ജോലിക്കാരനാണ് സണ്ണി. ശ്രീ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കിച്ചണിൽ പാത്രം വീഴുന്ന ശബ്ദം കേട്ടത്. അവൻ വിളിച്ചു. പ്രതികരണം ഉണ്ടായില്ല. മീര. എന്നിട്ടും വിളി കേൾക്കാഞ്ഞിട്ട് അവൻ കിച്ചണിലേക്ക് പോയി. കിച്ചണിലെത്തി അവൻ കണ്ടത് തറയിൽ വീണ് കിടക്കുന്ന മീരയാണ്. മീര. അവൻ അവൾക്കടുത്തേക്ക് പോയി അവളെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. അവൻ അവളെ എടുത്ത് സോഫയിൽ കിടത്തി വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് കുടഞ്ഞു. അവൾ ഞെട്ടി ഉണർന്നു. തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. എന്താടി, നീ ഒന്നും കഴിച്ചില്ലേ? അത് ലേറ്റായതുകൊണ്ടൊന്നും കഴിക്കാതെ വന്ന്. നന്നായിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാ പാത്രം വീഴുന്ന ശബ്ദം കേട്ട്. കുറച്ച് കഴിഞ്ഞെങ്കിൽ മോൾ ഇവിടെ കടന്നേനെ. പോയി വല്ലതും കഴിക്കുക, എന്നിട്ട് ചെയ്താൽ മതി ബാക്കി പണിയൊക്കെ. ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം സാർ. എന്താ ഇവിടെ നിന്ന് കഴിച്ചാ? വീട്ടിലെത്തുന്നതിന് മുമ്പ് വഴിയിൽ വീഴാനാണോ? അത് ഞാൻ പോയിട്ട് കഴിച്ചോളാം സാർ. നീ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങോട്ട് വാടി. നീ വരാൻ. അവളവന് പുറകെ പോയി. എവിടെ ഇരിക്കാൻ. അവളിരുന്നു. അവനവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി. കഴിക്കടി. അവൾ കഴിക്കാൻ തുടങ്ങി. നീ കഴിക്ക്, ഞാനിപ്പോ വരാം. അവൾ കിച്ചണിലേക്ക് പോയി. അവൾ കഴിപ്പ് തുറന്നു. ഈ കോഫി കൂടി കുടിക്കുക. അവൻ കോഫി അവൾക്കടുത്ത് വെച്ച്. അയ്യോ വേണ്ട സാർ, ഞാൻ വെള്ളം കുടിച്ചോളാം. അതെന്താണ് നിനക്ക് കോഫി കുടിച്ചാല്? അത് വേണ്ട സാർ. പറയുന്നത് കേട്ടാ മതി. വേഗം കുടിക്കാൻ. അവന്റെ ശബ്ദം ഉയർന്നു. അവൾ കോഫി കുടിച്ചു. ഇനിയെങ്കിലും ലേറ്റായെന്ന് കരുതി കഴിക്കാതെ വരരുത്. ഇവിടെ വന്നിട്ടില്ല എന്തെങ്കിലും കഴിക്കണം. എടല്ലോ. സാർ. ബാക്കി പണി വൈകിട്ട് ചെയ്താൽ മതി. താൻ പൊക്കോ. അത് സാർ. ഞാൻ പറഞ്ഞില്ലേ പൊക്കോളാൻ. ശരി സാർ. വീട് കൂട്ടിയേക്ക്. ശ്രീ പുറത്തേക്ക് ഇറങ്ങി. മീര വീട് കൂട്ടി കീസ് അണിയേൽപ്പിച്ചു. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോ. വേണ്ട സാർ, ഞാൻ നടന്നു നോക്കോളാം. ഞാൻ അതുവഴിയാ പോകുന്നത്, കയറിക്കോ. ഈ കയറാൻ. അവൾ മടിച്ച് പിൻസീന്റെ ഡോർ ഓർക്കാനായി പിടിച്ചു. അതേ, ഞാൻ തന്നെ ഡ്രൈവറല്ല, മുന്നിൽ കയറി. അവൻ മുന്നിലെത്തി ഡോർ ഓർന്നോട് പറഞ്ഞു. അവൾ മുന്നിൽ കയറി. കാർ അവിടെ വീണ്ടും മുമ്പിൽ നിർത്തി. താങ്ക് യു സാർ, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളി. അവൾ കാറിൽ നിന്നിറങ്ങി. അവന്റെ കാർ അവിടെ നിന്ന് പോയി. പിറ്റേന്ന് സ്റ്റെയർ ഇറങ്ങി വന്ന സ്ത്രീ കണ്ടത് തറ തുടച്ചുകൊണ്ട് നിൽക്കുന്ന മീരയാണ്. ഇന്ന് വല്ലതും കഴിച്ചോ? അതോ ഇന്നലത്തെ പോലെ തലറങ്ങി വീഴോ? ഇല്ല സാർ, ഞാൻ കഴിച്ചു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. തലകറങ്ങി വീഴാനോ? ആര്? സന്ധ്യ ചോദിച്ചു. ചേച്ചി, നമ്മുടെ പുതിയ സർവന്റിൽ ഒന്നും കഴിക്കാതെ വന്ന് ഇവിടെ തലയുറ്റി വീണു. ഞാനുണ്ടായിരുന്നോണ്ട് എടുത്ത് സോഫയ്ക്ക് എടുത്ത് കഴിക്കാനും കൊടുത്തു. ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്ത്? നീ ഇവിടെ എടുത്ത് സോഫയിൽ കിടത്തിയെന്നോ? എന്താ സ്ത്രീ നീ പറയുന്നേ? അല്ല ചേച്ചി, എന്താ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നു? തലയുറ്റി വീഴുന്ന ഒരാളെടുത്ത് സോഫയിൽ കിടത്തുന്നു. അയാൾ കഴിക്കാൻ കൊടുക്കുന്നത് പുതിയ അറിവില്ലല്ലോ. ഇവിടെ നീ ഏതിനെടുക്കാൻ പോയത്? ഇവിടെ സെർവന്റിനാടാ. അതെന്താ ചേച്ചി, സെർവൻസ് മനുഷ്യരല്ലേ? ശ്രീ, നീ ഇവൾക്ക് വേണ്ടി എന്നോട് വാദിക്കുകയാണോ? ഞാൻ ആർക്ക് വേണ്ടി വാദിക്കുന്നല്ലേ ചേച്ചി? ഇവള് വീണെടുക്കുന്ന കണ്ടപ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. നമുക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവളല്ലേ. പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അല്ലാതെ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ് ഒന്നും വേണ്ട. പറഞ്ഞ് മനസ്സിലായല്ലോ നിനക്ക്? നീ എന്ത് കാണാൻ നിൽക്കുവാടി? പൊടിയത്ത്. ദേഷ്യത്തോടെ സന്ധ്യ അകത്തേക്ക് പോയി. മീരയുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ ആരെയും നോക്കാതെ കിച്ചണിലേക്ക് പോയി. എന്താ മിഥുനേട്ടാ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ? തന്റെ ചേച്ചിയല്ലേ, തനിക്കെല്ലാം അറിയൂ, മിഥുൻ പറഞ്ഞു. അന്നത്തെ ആ ദേഷ്യം മനസ്സിൽ വെച്ച് സന്ധ്യ മീരയോട് പെരുമാറി. അത് കണ്ട മിഥുൻ അവൾ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം മിഥുന്റെ അനിയത്തിയായ മീനാക്ഷി എന്ന മീനുവും പിന്നെ മിഥുന്റെ കസിൻ ഹരീഷ് എന്ന ഹരിയും അവിടേക്ക് വന്നു. അവരിടക്കൊക്കെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. മീന് കുറച്ച് മോഡേൺ ആണ്. അവൾക്ക് സ്ത്രീയോട് ഇഷ്ടമാണ്. പക്ഷെ സ്ത്രീക്ക് അവളെ കാണുന്നതന്നെ ഇഷ്ടമല്ല. അങ്ങിങ്ങും എത്താത്ത ജീൻസും ടോപ്പൊക്കെ ഇട്ട് വരുന്ന അവളെ കാണുന്നത് അവന് കലിയാണ്. പക്ഷെ സന്ധ്യക്ക് അവളെ സ്ത്രീയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇടയ്ക്കൊക്കെ മീനുവിനെ അവൾ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. പക്ഷെ സ്ത്രീ അവളെ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഹരിയാണെങ്കിൽ ഒരു കോഴിയാണ്. ഏത് പെൺപിള്ളേരെ കണ്ടാലും അവൻ്റെ ഒലിപ്പീരും കൊണ്ട് പൊക്കോളും. ഹലോ ചേച്ചി, ഞങ്ങളെത്തി. മീൻ ഓടിപ്പോയി സന്ധ്യയെ കെട്ടിപ്പിടിച്ച്. എത്തിയാ? പോയി ഫ്രഷ് ആയിവാ, എന്തെങ്കിലും കഴിക്കാം. ഓക്കെ ചേച്ചി. അല്ല മിഥുന എവിടെ ചേച്ചി? ഹരി ചോദിച്ചു. ഞാനിവിടെ ഉണ്ടേ. മിഥുൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു. ഹലോ ബായ്. ഹരി അവന് കൈ കൊടുത്തു. മീര, എടി മീര. വരുന്നു മാം. മീരയോ? അതാരാ ചേച്ചി? അതിവിടുത്തെ സർവന്റിന് വയ്യാത്തതുകൊണ്ട് അവരുടെ മകളെ ഇപ്പോൾ ജോലിക്ക് വരുന്നത്. അപ്പോഴേക്കും മീര അങ്ങോട്ടേക്ക് വന്നു. എന്താ മാം? മുകളിലത്തെ റൂമിൽ ഇവിടെ ബാഗ് കൊണ്ട് വെക്ക്. ലെഫ്റ്റ് സൈഡിലെ റൂമിൽ ഹരിയുടേത്, റൈറ്റ് സൈഡിലെ റൂമിൽ മീനുവിൻ്റേത്. ഓക്കെ മാം. അവളവരുടെ ബാഗും എടുത്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഫ്രഷായി വരാം. ഹരി മീരയ്ക്ക് പുറകെ മുകളിലേക്ക് പോയി. മീനുവിൻ്റെ റൂമിൽ ബാഗ് വെച്ചതിന് ശേഷം മീര ഹരിയുടെ റൂമിലേക്ക് പോയി. അവൾ ബാഗ് വെച്ച് തിരിഞ്ഞപ്പോഴേക്കും ഹരി വാതിലിൽ നിന്ന് അവളെ തന്നെ സ്കാൻ ചെയ്യുകയായിരുന്നു. ബാഗ് വെക്കാൻ കുനിഞ്ഞപ്പോൾ അവളുടെ ധാവണിക്കിടയിലൂടെ വെളുത്തു തുടുത്ത വയറ് കാണാമായിരുന്നു. അവനൊരു നിമിഷം അവളുടെ വയറിലേക്ക് തന്നെ നോക്കി നിന്നു.
അവൾ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അവനെ നോട്ടം കണ്ട് അവൾക്ക് വല്ലാതെയായി. അവൾ പെട്ടെന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. അവൻ കൈ നീട്ടി അവളെ തടഞ്ഞു. മീര, നല്ല പേര്. പേര് മാത്രമല്ല കേട്ടോ, ആളും നല്ലതാ. ഒരു വഷളം ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവിടുന്ന് പുറത്തിറങ്ങി. വൈകുന്നേരം ശ്രീ വന്നപ്പോൾ മീന അവനടുത്തേക്ക് പോയി. ഹായ് ശ്രീയേട്ടാ. അവൾ അവനടുത്തേക്ക് വന്നിരുന്നു. ഓ വന്നോ, മാരണം, അവൻ മനസ്സിൽ പറഞ്ഞു. നീ എപ്പോ വന്നു? രാവിലെ എത്തി. ഞാനും ഉണ്ടാളിയാ. ഹരി അങ്ങോട്ടേക്ക് വന്നു. ആ, നിങ്ങൾ ഒരുമിച്ചാണോ വന്നേ? ആ അതെ. ഹരി അവനടുത്ത് വന്നിരുന്നു. മീര ശ്രീക്ക് ചായ കൊണ്ട് കൊടുത്തു. ഡീ, എനിക്ക് വേണം ചായ, മീന് പറഞ്ഞു. നിനക്ക് കിച്ചണിൽ പോയി എടുത്തു പിടിച്ചൂടെ? അവൾക്കിവിടെ വേറെന്തൊക്കെ പണിയുണ്ട്. ശ്രീയായിട്ട് ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വേണ്ട, ഇതിനെ കൂടിയാ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. മേഡം, ചായ ഞാനിപ്പോൾ കൊണ്ടുവരാം. അവൾ കിച്ചണിൽ പോയി ചായ കൊണ്ടുവന്ന് മീനുവിന് കൊടുത്തു. ശേഷം ശ്രീയുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി കിച്ചണിൽ പോയി. ഒരു ദിവസം മീര കിച്ചണിൽ പണിയെടുത്തുന്ന സമയത്ത് ഹരി മാറി നിന്ന് അവളെ തന്നെ നോക്കിയായിരുന്നു. ദാവണി ഷോൾ ഇടുപ്പിൽ കുത്തി മുടി മുകളിലേക്ക് കെട്ടിവെച്ചായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. അവളുടെ ദാവണിക്കിടയിലൂടെ കാണുന്ന വെളുത്ത വയറിലും പിൻകഴുത്തിലും അവൻ മാറി മാറി നോക്കി. ഇതൊന്നും അറിയാതെ തന്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മീര. ഹാളിലേക്ക് സംസാരിച്ചുകൊണ്ടുവന്ന മിഥുനും ശ്രീ ഇത് കണ്ടു. അവർ പരസ്പരം നോക്കി. മീര അറിയാതെ അവർ ഹരിയെ പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ഡാ, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ, നിർത്തണതാവേ. അവരവനെ തറയിൽ നിർത്തി. ഡാ, നിന്റെ കോഴിതരോട് കാണിക്കണ്ട കേട്ടോ, ആളൊരു പാവം കൊച്ചാ. നീ വൃത്തികേട് കൊണ്ടാ ഇവിടെ ജോലിക്ക് വരുന്നത്, അതിന് വെറുതെ വിട്ടേക്ക്, മിഥുൻ പറഞ്ഞു. അയ്യേ ഡാ, ഞാൻ അങ്ങനെയൊന്നുമില്ല, അവളെ കണ്ടപ്പോ ചുമ്മാ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ആ, നിന്റെ നോട്ടെന്താണ് ഞങ്ങൾക്ക് അറിയാലോ, അതാ പറഞ്ഞേ, ശ്രീ പറഞ്ഞു. ഡാ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചേക്കുവാടാ, ഞാൻ ചുമ്മാ നോക്കിയതാ. അതും പറഞ്ഞ് അവനോടൊന്ന് പോയി. ശ്രീ, ഇവന്റെ മേലൊരു കണ്ണ് വേണം, മിഥുൻ പറഞ്ഞു. അവനൊന്ന് മൂളി. ഒരു ദിവസം സ്ത്രീ കുളിച്ചു വരുമ്പോൾ അവന്റെ ബെഡിൽ കിടക്കുന്ന മീനുവിനെയാണ് അവൻ കണ്ടത്. അവന് ദേഷ്യം വന്നു. ഡീ, നിന്നോടാരടി എന്റെ ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞു? എഴുന്നേറ്റ് പോടി, അവൻ അലറി. അവൾ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഇവിടെ കിടക്കേണ്ടല്ലേ ശ്രീയേട്ടാ, പിന്നെന്താ ഇപ്പൊ കിടന്ന കുഴപ്പം? അങ്ങനെ ഒരു പൂതി മനസ്സിൽ വേണ്ടത് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള. എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ശ്രീയേട്ടന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അതാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത്? എന്റെ മനസ്സിൽ ആരുമില്ല, പക്ഷെ നിന്നെ എന്റെ പാർട്ണറുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നീ ഇനി മേലാൽ ഈ മുറി കയറരുത്. മനസ്സിൽ വേണ്ടാത്ത ചിന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ കളഞ്ഞേക്ക്. അപ്പോഴാണ് പെട്ടെന്ന് മീര കയറി വന്നു. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, സോറി സർ, ഞാൻ നിങ്ങൾ. അവൾ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. മീര, താനെന്തിനാ വന്ന്? ശ്രീ ചോദിച്ചു. അത് സാറിന് ഡ്രസ്സ് പോലെ അലക്കാനുണ്ടോ എന്ന് ചോദിക്കാനാ. ഉണ്ട്, താൻ കയറി എടുക്ക്. ശരി സർ. അവൾ അകത്ത് കയറി ഡ്രസ്സ് എടുത്തു. എന്നോട് ശ്രീയായിട്ട് ഈ റൂമിൽ കയറിയതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളോട് കാരണം പറഞ്ഞെന്തിനാ? അവള് നിന്നെ പോലെ എന്റെ ബെഡിൽ കിടക്കാനല്ലോ വന്ന്, എന്റെ ഡ്രസ്സ് എടുക്കാനാ. മീര ഡ്രസ്സ് എടുത്ത് പോയി. നീ എന്ത് കാണാനായിട്ട് നിൽക്കുന്നേ? ഇറങ്ങി പോടി. അവൻ മീനുവിനോട് ദേഷ്യപ്പെട്ടു. അവൾ ചവിട്ടിത്തുള്ളിയോടെ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി ആട്ടുതൊട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന മീനുവിന്റെ അടുത്തേക്ക് ഹരി വന്നിരുന്നു. എന്താണ് മേഡം, ഒരാലോചന? ഹരിയേട്ടാ, ശ്രീയേട്ടൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാനിന്ന് മുറി കയറിയപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു. എന്നെ ഒരു പാർട്ട്ണറുടെ സ്ഥാനത്ത് കാണാനാവില്ലെന്നാണ് ശ്രീയേട്ടൻ പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇതിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒക്കെ നമുക്ക് ശരിയാക്കാം. നീ ഇല്ല ഹരിയേട്ടാ, ഒന്നും ശരിയാവില്ല. നീ ഇങ്ങനെ നെഗറ്റീവ് പറയാടി, ഒക്കെ പോസിറ്റീവായിട്ട് കാണും. അപ്പം അതൊക്കെ നടക്കാനുള്ള വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ നീ എന്നെ സഹായിക്കണം. എന്ത് സഹായം? അവൾ അവനോട് ചോദിച്ചു. ആ മീരയില്ലേ, കുറച്ച് ദിവസമായി അവൾ എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാനിതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായൊരു പെണ്ണാ അവള്. എന്തൊരു സ്ട്രക്ചറാ അവൾക്ക്. അവളെ എനിക്ക് വേണം. ഒരു ദിവസത്തേക്കെങ്കിലും എനിക്ക് അവളെ സ്വന്തമാക്കണം. നീ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നാ അടുത്ത ദിവസം തന്നെ നിന്നെയും ശ്രീ ഒന്നിപ്പിക്കാനുള്ള പ്ലാനിങ് തുടങ്ങാം. അത്രയേ ഉള്ളൂ. അത് ഞാനേറ്റു ഹരിയേട്ടാ. പക്ഷെ ശ്രീയും മിഥുനും അറിയരുത്, ഹരി പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു. നാളെ മിഥുൻ ചേട്ടനും ശ്രീയേട്ടനും ബിസിനസ് ആവശ്യത്തിന് കൊച്ചിക്ക് പോയില്ലേ, എന്തായാലും അവർ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നാളെ തന്നെ അവളെ സ്വന്തമാക്കാൻ ഒരുങ്ങിക്കോ. ഇരുവരുടെയും ചുണ്ടിൽ ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ മിഥുനും ശ്രീയും കൊച്ചിക്ക് പോയി. സന്ധ്യയും മീനും ഹരിയും വീട്ടിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് സന്ധ്യ ഉറങ്ങാനായി റൂമിലേക്ക് കയറി. എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായിരുന്നു മീര. ഹരിയേട്ടാ, ഏട്ടൻ്റെ റൂമിൽ കയറിക്കോ, ഞാൻ അവളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാം. ഓക്കെ. അവൻ മീനുവിൻ്റെ മുറിയിലേക്ക് പോയി. മീനു എഴുന്നേറ്റ് കിച്ചണിൽ മീരയുടെ അടുത്ത് ചെന്നു. കഴിഞ്ഞില്ല പണി ഇതുവരെ? അവൾ ചോദിച്ചു. ആ, ഇപ്പൊ കഴിയുമേ. മാഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എൻ്റെ മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ മുഷിഞ്ഞു, അത് മാറ്റിയിരിക്കണമായിരുന്നു. ഞാനൊരു 10 മിനിറ്റുള്ളിൽ വരാം മാം. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. അവളവിടെ നിന്നു. പാത്രമൊക്കെ കഴുകി കിച്ചൺ വൃത്തിയായ ശേഷം അവൾ മീനുവിനോട് പറഞ്ഞു, പോവാം മാം. ഓക്കെ വാ. മീനു അവളെയും കൂടി മുറിയിലേക്ക് പോയി. ആ, ഹരിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? മീനു ഒന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു. ഞാൻ നിന്നെ തിരക്കി വന്നാടി, കാണാതായപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ, വന്നതേലും നന്നായി. ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിരിക്കാൻ ഞങ്ങളൊന്ന് സഹായിക്കേ, മീനു പറഞ്ഞു. ഓ പിന്നെന്താ,
ഏത് ബെഡ്ഷീറ്റാണ് മേഡം വിരിക്കേണ്ടത്? അയ്യോ സന്ധ്യച്ചിയുടെ റൂമിലാണ്, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ എടുക്കാം മാം. വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം, നീ ഇതൊക്കെ മാറ്റി. അവൾ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് അവൾ ഹരിയെ നോക്കി കണ്ണ് കാണിച്ചു. അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾ ഇറങ്ങുന്നതിനൊപ്പം ശബ്ദമുണ്ടാക്കാതെ ഡോറടച്ചു. പക്ഷേ മീര അത് കണ്ടില്ല. അവൾ ബെഡ്ഷീറ്റ് മാറുന്ന തിരക്കിലായിരുന്നു. അവൾ ബെഡ്ഷീറ്റ് മാറി തറയിലിട്ടു. പില്ലോ കവർ മാറ്റാനായി കുനിഞ്ഞ പില്ലോ എടുത്ത് നിവർന്നു ഹരി അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. അവൾ ഞെട്ടിപ്പോയി. അവളുടെ കയ്യിൽ നിന്നും പില്ലോ താഴേക്ക് വീണു. സർ, എന്താ ഇത്? എന്നെ വീട് സർ, പ്ലീസ്. ഏയ്, അടങ്ങി നിൽക്ക് വേണേ, ഞാൻ നിന്നെ ശരിക്കൊന്ന് കണ്ടോട്ടെ. സർ പ്ലീസ്, എന്നെ വീട് പ്ലീസ്. അവൾ കരഞ്ഞുപോയി. വീടാം, പക്ഷെ ഒരു തവണ, ഒരേ ഒരു തവണ എനിക്ക് നിന്നെ വേണം. അവന്റെ ശ്വാസം അവളുടെ കാതോരം മുഴങ്ങി. അവൾ കുതിരിമാറാൻ നോക്കി. അടങ്ങി നിൽക്കടി, സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്താ വേണ്ടെന്ന് നീ തീരുമാനിക്കേ. സർ പ്ലീസ്, ഞങ്ങൾ കാലിടിക്കും, എന്നൊന്നും ചെയ്യല്ലേ. ഏയ്, നീ പേടിക്കണ്ടടി, ഞാൻ വേറൊന്നും ചെയ്യില്ല. നിന്റെ ഈ സൗന്ദര്യം കുറേ നാളെ എന്നെ മത്ത് പിടിപ്പിക്കുന്നു. ഇന്നെനിക്ക് ആവോളം ആസ്വദിക്കണം നിന്റെ ഈ വെണ്ണക്കല്ലിൽ കുത്തിയെടുത്ത പോലുള്ള മേനി. അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. അവനൊരു കയ്യാൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് മറ്റേ കയ്യാൽ അവളുടെ തോളിൽ നിന്നും ദാവണി ഷോൾ അഴിച്ചു മാറ്റി. ഒരു നിമിഷം കണ്ണുകളടച്ച അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞിരുന്നു. അവന്റെ കൈകൾ അവളുടെ തോളിൽ മുറുകി. പെട്ടെന്ന് അവൾ ടേബിളിൽ നിന്ന് ഫ്ലവർ വേസ് എടുത്ത് അവനെ തലക്കടിച്ചു. അവൻ അവളെ വിട്ട് തലയിൽ കൈവച്ച് ഇരുന്നു പോയി. അവന്റെ ശബ്ദം കേട്ട് പുറത്തേക്കായിരുന്നു മീന് ഡോറൊന്ന് അകത്ത് കയറി. അയ്യോ അരിയേട്ടാ, എന്തു പറ്റി? അവൾ അവനടുത്തേക്ക് വന്നു. മീര അവളും തുറച്ചു നോക്കിയ ശേഷം അവളുടെ ഷോൾ എടുത്ത് താഴേക്ക് പോയി. ഹരിയേട്ട, ഒത്തിരി ബ്ലഡ് വരുന്നുണ്ട്, വാ ചേച്ചി വിളിക്കാം. അവർ താഴെ ഇറങ്ങി. ചേച്ചി, സന്ധ്യേച്ചി, മീനു വിളിച്ചു. എന്താടി? അയ്യോ ഇതെന്തു പറ്റി? സന്ധ്യ ചോദിച്ചു. ഒക്കെ പറയാം, ആദ്യം ഹരിയേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അവർ രണ്ടുപേരും കൂടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആകെ പേടിച്ച് നിൽക്കുകയാണ് മീര. എന്തായാലും സന്ധ്യ മേഡം തന്നെ ശിക്ഷിക്കും, താൻ പറയുന്ന ആരും കേൾക്കില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയാൻ അവൾ വിഷമിച്ചു. അവൾ സണ്ണിയോട് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. എന്നാലും അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ഹരി ഉപദ്രവിക്കാൻ അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? സന്ധ്യ ചോദിച്ചു. റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റാൻ സഹായിച്ചതിനാ അവൾ ഹരിയേട്ടനെ ഉപദ്രവിച്ച്, മീനു പറഞ്ഞു. അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, കംപ്ലൈന്റ് കൊടുക്കണം, സന്ധ്യ പറഞ്ഞു. അത് വേണ്ട, അവൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്താവും, പോട്ടെ, ഹരി പറഞ്ഞു. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന ഹരി? നിന്നെ അല്ലേ അവൾ ഉപദ്രവിച്ച്? ഇത് ഇങ്ങനെ ഇവിടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ അവൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. അവൾ ഫോണെടുത്ത് സ്റ്റേഷൻ വിളിച്ച് പരാതി കൊടുത്തു. അല്ല മോളെന്താ ഇന്ന് നേരത്തെ മീര വീട്ടിലേക്ക് വരുന്നുണ്ട് അമ്മ ചോദിച്ചു. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അമ്മേ, എനിക്ക് എന്തോ ഒരു തലവേദന. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇറങ്ങി നടക്കരുതെന്ന്. ശരിക്കും നടക്കാനുള്ള ആരോഗ്യം അമ്മയുടെ കാലിനായിട്ടില്ല, കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുക്കാം അമ്മേ. ഓ അതൊന്നും സാരില്ല മോളെ, എൻ്റെ മോളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാ അവരുടെ തടങ്ങി കിടക്കാൻ പറ്റുമോ? ഈ അമ്മയുടെ ഒരു കാര്യം. അതും പറഞ്ഞ് അവൾ അമ്മയെ കൂട്ടി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വീടിന് മുമ്പിൽ വന്ന് നിന്ന്. അവളാകെ ഞെട്ടിപ്പോയി. അവൾക്ക് ഏറെക്കുറെ കാര്യം മനസ്സിലായി. അമ്മ ഒന്നും മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ജീപ്പിൽ നിന്ന് രണ്ട് പോലീസുകാർ, ഒരു വനിതാ പോലീസ് ഇറങ്ങി അവർക്കടുത്തേക്ക് നടന്നു. മീര, അതിലൊരാൾ ചോദിച്ചു. ഞാനാണ് സാർ, അവൾ പേടിയോടെ പറഞ്ഞു. നിനക്കതൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? എന്താണ് സാർ? അമ്മ ചോദിച്ചു. അതെ, ഇവള് ജോലിക്കുന്ന വീട്ടിലൊരാളെ തലക്കടിച്ചു, ഒരു പോലീസുകാരൻ പറഞ്ഞു. ഞാൻ എന്താ മോളെ കേൾക്കുന്നത്? അമ്മ നെഞ്ചത്ത് കൈവച്ചു. ഇവളെ പിടിച്ച് ജീപ്പിക്കറ്റ്. വനിതാ പോലീസ് അവളെ പിടിച്ചു. മേഡം എനിക്ക് അവളെ ഒന്നും പറയാൻ സമ്മതിക്കാതെ അവരവളെ പിടിച്ച് ജീപ്പിൽ കയറ്റി. അയ്യോ മോളെ, അമ്മ പൊട്ടിക്കരഞ്ഞു. അവളെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ആ മാതൃഹൃദയം വല്ലാതെ വേദനിച്ചു. അവർ നെഞ്ചത്ത് കൈവച്ച് വീണുപോയി. അവളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഒരു ബെഞ്ചിലിരുത്തി. അവൾ പറഞ്ഞൊന്നും കേൾക്കാൻ ആരും തയ്യാറായില്ല. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രാത്രി വൈകിയാണ് മിഥുനും ശ്രീയും വീട്ടിലെത്തിയത്. വന്നപ്പോൾ ഹരിയുടെ തലയിൽ ബാൻഡേജ് കണ്ടിരുന്നു. ഹരി, ഇതെന്തു പറ്റിയാണ് നിന്റെ തലയിൽ? അത് ഞാനൊന്ന് വീണതാ. വീണതോ? എവിടെ? അത് ബാത്റൂമിൽ. നീ എന്താടാ കൊച്ചുകുട്ടിയാണോ? നോക്കിയെടുക്കാൻ അറിയില്ലേ? മിഥുൻ ചോദിച്ചു. എന്നിട്ട് വലിയ മുറിവുണ്ടോടാ? ശ്രീ ചോദിച്ചു. അത്ര വലുതൊന്നല്ല. പിറ്റേന്ന് രാവിലെ തന്നെ മീരയുടെ അടുത്ത വീട്ടിലെ രണ്ടുപേർ അങ്ങോട്ടേക്ക് വന്നു. മിഥുനും ശ്രീയും ജോഗിങ്ങിന് പോയി തിരിച്ചു വന്നായിരുന്നു. ആരാ? എന്താ? മിഥുൻ ചോദിച്ചു. അത് സാർ, മീരയുടെ കാര്യം. അവസാനമായിട്ട് അവൾക്ക് അമ്മയെ കാണാൻ സാറ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞാൽ അവരവളെ വിടില്ലേ? അവസാനമായിട്ട് അമ്മയെ കാണിക്കാനെങ്കിലും. നിങ്ങളെന്തൊക്കെയാ പറയുന്നത്? മീരയുടെ അമ്മയ്ക്ക് എന്താ പറ്റി? എന്തിനാ സ്റ്റേഷൻ വിളിക്കുന്നത്? മീര എവിടെ? ശ്രീ ചോദിച്ചു. സാറെന്തോന്നും അറിയാതെ പോലെ സംസാരിക്കുന്നത്, അവരിലൊരാൾ ചോദിച്ചു. നിങ്ങൾ പരാതി കൊടുത്തിട്ടല്ലേ മീരയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയത്? എന്ത്? മീരയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയെന്നോ? എപ്പോ? മിഥുൻ ഞെട്ടിലോട് ചോദിച്ചു. ശ്രീ അത് കേട്ട് ഞെട്ടി. നിങ്ങളറിയാതെയാണോ മീരയെ ഇന്നലെ പോലീസ് വിളിച്ചുകൊണ്ടുപോയത്? നിങ്ങൾ പരാതി കൊടുത്തിട്ടല്ലേ?
ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. രാത്രിയാണ് എത്തിയത്. ആരും ഞങ്ങളോട് ഇതേ പറ്റിയൊന്നും പറഞ്ഞില്ല. ശ്രീ പറഞ്ഞു. അവർ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അവളെ പോലീസ് കൊണ്ടുപോയി അവളുടെ അമ്മ കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ഹോ, മീതിനും ഹരി ഒരുപോലെ ഞെട്ടി നെഞ്ചത്ത് കൈവച്ചു. അപ്പൊ ഇന്നലെ രാത്രി മുഴുവൻ മീര പോലീസ് സ്റ്റേഷനിലായിരുന്നോ? മീതൻ ചോദിച്ചു. ഇപ്പോഴും ആണ് സർ. ഞങ്ങൾ സ്റ്റേഷനിൽ പോയി SI സാറിനോട് വിവരം പറഞ്ഞു. പക്ഷെ അദ്ദേഹം അവളെ വിടാൻ തയ്യാറായില്ല. നിങ്ങൾ ചെല്ല്, ഞങ്ങൾ മീരയെ കൂടി വരാം. ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം. ശ്രീ പറഞ്ഞു. ശരി സർ. അവരോടൊന്ന് പോയി. മിഥുന്റെയും ശ്രീയുടെയും മുഖം ദേഷ്യത്താൽ ചുവന്നു. വാ ശ്രീ. മിഥുൻ അവനെ വിളിച്ച് അകത്തേക്ക് പോയി. സന്ധ്യ, ഹരി, മീനു. എന്താ മിഥുനേട്ടാ, എന്തിനാ എല്ലാവരും വിളിക്കുന്നേ? സന്ധ്യ ചോദിച്ചു. അപ്പോഴേക്കും ഹരിയും മീനും വന്നു. എന്താണ് കാര്യം? ഹരി ചോദിച്ചു. നിന്റെ തലയിലെ മുറിവ് എങ്ങനെ ഉണ്ടായിരുന്നാ പറഞ്ഞേ? ശ്രീ ചോദിച്ചു. അത് ബാത്റൂമിൽ വീണിട്ട്. ഏത് ബാത്റൂമിൽ? മിഥുൻ ചോദിച്ചു. ഇതെന്താ നിങ്ങൾ വിചാരണ നടത്തുവാണോ? ചേച്ചി ഇവിടെ എന്താ നടന്ന്? ശ്രീ സന്ധ്യയോട് ചോദിച്ചു. ഹരി പറഞ്ഞില്ലേ ബാത്റൂമിൽ വീണതാണെന്ന്. പെട്ടെന്ന് മിഥുൻ അവൾക്കടുത്തേക്ക് വന്ന് മുഖം അടച്ചൊന്ന് കൊടുത്തു. നീ എന്നോട്ടടി കള്ളം പറയാൻ തുടങ്ങി? ഞങ്ങളെല്ലാം അറിഞ്ഞു. നീയൊക്കെ കൂടി ചെയ്തതിന്റെ ഫലം എന്താണെന്നറിയ നിനക്കൊക്കെ. മീരക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഹൃദയം പൊട്ടി മരിച്ചവര്. മിഥുൻ പറഞ്ഞു. ഒരു ഞെട്ടിലോടെയാണ് അവരത് കേട്ടത്. ഇനി ഞങ്ങൾക്കറിയേണ്ടത് ഇവൻ എങ്ങനെ ഇത് പറ്റിയെന്നും നിങ്ങൾ അവർക്കെതിരെ എന്തിനും കംപ്ലൈന്റ് കൊടുത്തെന്നോ പറയടാ. ശ്രീ ചോദിച്ചു. അവളിന്റെ തലക്ക് ഫ്ലവർ വൈസ് എടുത്ത് അടിച്ചു. എന്തിന്? മിഥുൻ ചോദിച്ചു. ചുമ്മാ ഞാൻ മീനുവിന്റെ റൂമിൽ ബെഡ്ഷീറ്റ് മാറ്റാൻ സഹായിക്കാൻ പോയതിന്. നീ സഹായിക്കാൻ പോയതിന് അവൾ നിന്നെ അടിച്ചോ? അതേടാ, അവളൊരു അഹങ്കാരിയാട്ടോ. ഹരി പറഞ്ഞു. അതാണോ ചേച്ചി സത്യം? ശ്രീ സന്ധ്യയോട് ചോദിച്ചു. ആണെന്നാ ഇവര് പറഞ്ഞ്. ഞാൻ ഉറങ്ങുകയായിരുന്നു. മീൻ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഇവന്റെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരാ പറഞ്ഞ്. സന്ധ്യ പറഞ്ഞു. ആണോടി, അതാണോ സത്യം? ശ്രീ മീനുവിനോട് ചോദിച്ചു. അതെ. ശ്രീ അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. ഇതെന്തിനാണെന്നറിയോ? കള്ളം പറഞ്ഞിന്. ഒരു കാര്യവും ഇല്ലാതെ അവൾ ഇവനെ തല്ലില്ല. ഇവന്റെ കോഴിത്തരം കൊണ്ട് അവൾക്ക് പോയി ചെന്നിട്ടുണ്ടാവും. നീ ഇവന്റെ ഭാഗത്ത് നിൽക്കുന്ന ഞങ്ങൾക്കറിയാം. ശ്രീ പറഞ്ഞു. ഇവൻ അവൾ നോക്കി ചോര വിറ്റുന്ന ഞങ്ങൾ കണ്ടതാ. അന്നേ ഞങ്ങൾ വാണിംഗ് കൊടുത്ത ഇവന്. ഞങ്ങൾ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാ. ഒരുങ്ങിയിരുന്നോ നീയൊക്കെ? നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ നടന്നെന്നറിഞ്ഞാ ബാക്കി ഞങ്ങൾ വന്നിട്ട്. വാ ശ്രീ. മിഥുൻ പുറത്തേക്ക് ഇറങ്ങി. ശ്രീ അവനെ തുറിച്ചുകൊണ്ട് അവനോടൊപ്പം പോയി. അവർ സ്റ്റേഷനിലെത്തിയപ്പോൾ മീര തറയിലിരിക്കുകയായിരുന്നു. കരഞ്ഞ് അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവളെ കണ്ടത് അവർക്ക് പാവം തോന്നി. സർ. ശ്രീ SIയെ വിളിച്ചു. ആ, ഇതാരൊക്കെയാ? വാ ഇരിക്കും. SI പറഞ്ഞു. സർ, ഈ പെൺകുട്ടിക്കെതിരെ കിട്ടിയ പരാതി വ്യാജമാണ്. ഒരു പ്രകോപനം ഇല്ലാതെ ഇവിടെ ഒരാളെ ആക്രമിക്കില്ല. സാർ, ഞങ്ങൾക്കൊരു അവസരം തരണം. ഞങ്ങൾക്ക് അവളോടൊന്ന് സംസാരിക്കണം. മിഥുൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ വൈഫ് വന്ന കള്ളപ്പരാതിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? SI ചോദിച്ചു. സർ, സംഭവം സമയം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. അവിടെ നടന്നെന്താണ് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യമില്ലാതെ മീര അങ്ങനെ ചെയ്യില്ല. പ്ലീസ് സാർ, ഞങ്ങൾക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു സാർ. മീനമോളെ വാ, എഴുന്നേൽക്ക്. മിഥുൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. കുറച്ച് ദൂരെ കിടക്കുന്ന ബെഞ്ച് കൊണ്ട് മിഥുൻ പറഞ്ഞു. അവരവിടെ പോയിരുന്നു. ദാ, താനീ വെള്ളം കുടിക്കേ. ഇത്ര നേരം തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. ശ്രീ അവൾക്ക് നേരെ വെള്ളത്തിന്റെ ബോട്ടിൽ നീട്ടി. എനിക്ക് വേണ്ട സാർ. അത് പറഞ്ഞാൽ പറ്റില്ല, കുടിച്ചേ പറ്റൂ. മിഥുൻ വെള്ളം അവൾക്ക് നൽകി. അവൾ കുറച്ച് കുടിച്ചു. മോളെ, ഒരേട്ടൻ്റെ സ്ഥാനത്ത് ഞാൻ മോളോട് ചോദിക്കുക, ഇന്നലെ എന്താ വീട്ടിൽ നടന്നു? മോള് പറയും. മിഥുൻ അവൾക്കടുത്തിരുന്ന് അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. താൻ കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും, എന്നാലും തന്നെ സഹായിക്കാൻ പറ്റൂ. ശ്രീ പറഞ്ഞു. ഏട്ടനോട് പറ മോളെ. മിഥുൻ അവളുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. അവൾ അവരെ നോക്കി. എന്നിട്ട് പറയാൻ തുടങ്ങി. അവൾ കണ്ണുനീരോടെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞെട്ടലോടെ രണ്ടുപേരും പരസ്പരം നോക്കി. ഇരുവരുടെയും കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു. മുഖം വലിഞ്ഞു മുറുകി. മോള് കരയണ്ട, മോൾക്കൊന്നും പറ്റില്ല. ഈ ഏട്ടനുണ്ട് മോളുടെ കൂടെ. മിഥുൻ അവളെ ചേർത്ത് പിടിച്ച് ഒരാശ്രയത്തിനെന്നോണം അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. മോള് വാ. അവളെ കൂട്ടി SIയുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ സാർ, ഒരു കാരണമില്ലാതെ ഇവളിങ്ങനെ ചെയ്യില്ലെന്ന്. ഇവളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. മിഥുൻ സത്യങ്ങളൊക്കെ SIയോട് പറഞ്ഞു. ഇവള് പറയുന്ന സത്യമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതെ സാർ, ഇവള് ഞങ്ങൾക്കറിയാം. ഇവള് കള്ളം പറയില്ല. നിങ്ങളുടെ വൈഫ് പറഞ്ഞിട്ടാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്ത്. നിങ്ങളിപ്പോൾ വന്നില്ലായിരുന്നു ഇവളെ ഇന്ന് കോർട്ടിൽ ഹാജരാക്കിയാനെ. ഓക്കെ, ഇവളെ റിലീസ് ചെയ്യാം. പകരം ഹരിയുടെ പേരിൽ ഒരു കമ്പനി എഴുതി തരാം സാർ. ഹരിയുടെ പേരിൽ അവർ പരാതി കൊടുത്ത് അവളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. സാർ, എൻ്റെ അമ്മ പാവം എന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നങ്ങോട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഥുനും ശ്രീയും പരസ്പരം നോക്കി. അവർക്ക് അവളെ ഓർത്ത് വേദന തോന്നി. അമ്മയെ കാണാം മോളെ, പക്ഷെ അതിനു മുമ്പ് നിന്നെ അപമാനിക്കാൻ നോക്കിയവനൊന്ന് കാണണം. മിഥുൻ ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട സാർ, ഒന്നും വേണ്ട. ഞാൻ കാരണം ഒരു പ്രശ്നവും വേണ്ട. നീ എൻ്റെ അനിയത്തിയാ. പെങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഏട്ടനല്ലേ പ്രതികരിക്കേണ്ടത്. മിഥുൻ അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അവർ കളരിക്കിലെത്തി. വാ, ഇറങ്ങ്, ശ്രീ പറഞ്ഞു. അവൾ പേടിയോടെ ഇറങ്ങി. വാ, പേടിക്കണ്ട, നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ശ്രീ പറഞ്ഞു.
അവരവളെയും കൊണ്ട് അകത്തേക്ക് കയറി. ഹാളിരുന്ന സന്ധ്യയും ഹരിയും മീനും അവരെ കണ്ട് എഴുന്നേറ്റു. നീ ബാത്റൂമിൽ വീണതാ അരടാ പറയുന്നതിനോടൊപ്പം സ്ത്രീയുടെ കൈ ഹരിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ നാവി തന്നെ കേട്ടടാ, നീ ഇവന് കൂട്ടിക്കൊടുക്കും അല്ലേടി? മിഥുൻ മീനുവിന്റെ കരണം നോക്കി പൊട്ടിച്ചു. ഈ വൃത്തിയായിട്ടുള്ള പറയുന്ന കള്ളം കേട്ട് നിങ്ങൾ ഇവരെ തല്ലുന്ന എന്തിനാ? സന്ധ്യ പറഞ്ഞു. ആ നിമിഷം തന്നെ മിഥുന്റെ കര അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. ഒന്നും ചോദിക്കാതെയും പറയാതെയും പരാതി കൊടുത്ത് ഈ പാവം പെങ്കൊച്ചിനെ രാത്രി മുഴുവൻ സ്റ്റേഷനിൽ ഇരുത്തില്ലേടി നീ. എന്നിട്ട് അവിടെ ഒരു കള്ളം പറച്ചിലും. മിഥുൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നിന്നെ എന്റെ അനിയനാന്ന് പറയാൻ പോലും നാണം തോന്നടാ ചേറ്റേ. മിഥുൻ ഹരിയെ തല്ലി. ശ്രീയും പിടിച്ചു മാറ്റാൻ പോയ സന്ധ്യക്കും മീനുവിനും കിട്ടി തല്ലി. അപ്പോഴാണ് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വന്ന് SI ഇറങ്ങി വന്നു. എന്റെ കരിയറിൽ ആദ്യമായിട്ടാ ഇങ്ങനെ നിരപരാധിയായ ഒരാളെ, അതൊരു പെൺകുട്ടിയെ, നിങ്ങളുടെ കള്ളപ്പരാതി കാരണം അതായത് നേരിട്ട് വരേണ്ടി വന്നു. മീര ഐ ആം സോറി SI പറഞ്ഞു. നീ പെൺപിള്ളേരെ അപമാനിക്കാൻ ശ്രമിക്കുവല്ലേടാ, നടക്കണേ ഇങ്ങോട്ട്. SI ഹരിയുടെ കോളിൽ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റി. മോളെ വാ, നമുക്ക് അമ്മയെ കാണാൻ പോവാം മിഥുൻ പറഞ്ഞു. ഞാൻ പൊക്കോളാം സർ. ഞങ്ങൾ വരാം, ഞങ്ങൾക്കും അമ്മയെ കാണും. ശ്രീയും മിഥുനും അവൾക്കൊപ്പം പോയി. വീടിന് മുമ്പിൽ ആൾക്കൂട്ടം കണ്ട അവൾ അവരെ നോക്കി. മോളകത്തേച്ചില്ലേ മിഥുൻ പറഞ്ഞു. അവൾ അകത്തേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അവളുടെ ഹൃദയം തകർത്തു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കത്തിച്ചു വെച്ച നിലവിളിക്ക് മുമ്പിൽ തന്റെ അമ്മ. അമ്മേ അമ്മേ ഒരു നിലവിളിയോടെ അവൾ അമ്മയ്ക്കരികിലേക്ക് വീണു. അമ്മേ എഴുന്നേക്കമ്മേ, എന്നെ തനിച്ചാക്കി പോവല്ലേ അമ്മേ, എനിക്ക് ആരുമില്ലെന്ന് അറിയില്ല അമ്മേ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കണ്ടു നിന്നവർക്ക് കരൾ പിളർക്കുന്ന കാഴ്ചയായിരുന്നത്. അങ്ങോട്ടേക്ക് വന്ന മിഥുനും ശ്രീക്ക് അവളുടെ സങ്കടം സഹിക്കാനായില്ല. മോളെ കരയിലടാ. മിഥുൻ അവൾക്കരികിലിരുന്ന് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സർ, എൻ്റെ അമ്മ എന്നെ തനിച്ചാക്കി പോയി, എനിക്കിനി ആരുള്ളൂ സർ. അവളുടെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. താനിങ്ങനെ കരയാതെ പ്ലീസ്. ശ്രീ അവൾക്കടുത്തേക്ക് വന്ന് പറഞ്ഞു. മോളെ ആരുമില്ല എന്നുള്ള സങ്കടം വേണ്ട, ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട്. മിഥുൻ അവളെ ചേർത്ത് പിടിച്ചു. സർ, ഇനി ആരെയും കാത്തിരിക്കാനല്ലോ, അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ശ്രീ പറഞ്ഞു. ഇവർക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ലേ, അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ മീര ചെയ്യണം. രക്തബന്ധമില്ലെങ്കിലും ഇവളെനിക്ക് പെങ്ങളാ, കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം മിഥുൻ പറഞ്ഞു. മീര അവനെ നോക്കി. അവളുടെ ഹൃദയം തേങ്ങി. അവനവളെ ചേർത്ത് പിടിച്ചു. കർമ്മങ്ങളെല്ലാം മിഥുൻ ചെയ്തു. എല്ലാവരും പിരിഞ്ഞുപോയി. മോളെ ഇവിടെ തനിച്ചേക്കണ്ട, ഞങ്ങളോടൊപ്പം വാ. വേണ്ട സാർ, ഞാൻ എങ്ങോട്ടും ഇല്ല, എനിക്ക് അമ്മയുടെ കൂടെ നിന്നാ മതി. താനിങ്ങനെ വാശി പിടിക്കില്ലേ, ഞങ്ങളോടൊപ്പം വാ ശ്രീ പറഞ്ഞു. പ്ലീസ് സാർ, എന്നെ നിർബന്ധിക്കരുത്. ശ്രീ 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. ഇപ്പോൾ അവളൊന്ന് തനിച്ചിരിക്കട്ടെ. മിഥുൻ ശ്രീയെയും കൂട്ടി അവിടുന്ന് പോയി. കളരിക്കലെത്തിയപ്പോൾ സന്ധ്യയും മീനും ദേഷ്യത്തിലായിരുന്നു. അവളെ ഏത് വകയിലെ മനുഷ്യ നിങ്ങളുടെ പെങ്ങളായത്? അവിടെ തള്ളയുടെ കർമ്മം ചെയ്തിരിക്കുന്നു. സന്ധ്യ മിഥുനോട് കയർത്തു. പെങ്ങളാവാൻ ഒരു ഗർഭപാത്രത്തിൽ ജനിക്കണമെന്നില്ലടി, നീയൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാ അവളിന്ന് അനാഥയായത്. അതിനൊക്കെ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും മതിയാവില്ല. സ്വന്തം അനിയനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് വേലക്കാരുടെ തള്ളക്ക് വേണ്ടി കർമ്മം ചെയ്തിരിക്കുന്നു. ഛേ, അവൾ കയ്യും കണ്ണും കാണിച്ച് മയക്കി വെച്ചിക്കോ ചേച്ചി ഇവിടുള്ള ആണുങ്ങളെ, മീനു പുച്ഛത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് ശ്രീയുടെ കൈ വീണ്ടും അവളുടെ കരണത്ത് പതിച്ച്. ചീ നിർത്തടി, അതിനവള് നീയല്ല, നിന്നെ പോലെ അവിടെ ഇവിടെ എത്താത്ത ഒരു മുറി തുണി എടുത്താൽ അവൾ നടക്കുന്നത്. മാന്യമായി ശരീരം മറിച്ച് തന്നെയാ, അവിടെ 7 അയലത്ത് പോലും നീയൊന്നും എത്തില്ലടി. ശ്രീ ദേഷ്യം കൊണ്ട് വരച്ചു. ഓ, അവളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലേ, അതിന് മാത്രം അവൾ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നോ? എന്താടി പറഞ്ഞേ? ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ നിന്നെ ഞാൻ? ശ്രീ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉമരോട് ചേർത്ത് നിർത്തി. ഡാ വിടറ അവളെ, അവൾ പറഞ്ഞില്ല എന്താ തെറ്റ്, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അല്ലെങ്കിൽ വേറൊരു വേലക്കാരി അവിടെ പുറകെ പോവോ? അവൾ ആള് ശരിയില്ല, തരം കിട്ടിയ ആണുങ്ങളെ മയക്കെടുക്കുന്ന ഒരു. സന്ധ്യ പറയുന്നതിന് മുമ്പ് മിഥുന്റെ കൈ അവിടെ കരണം പുകച്ചു. മിണ്ടരുത് നീ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോഴും വെറുതെ പ്രോബ്ലം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാനൊക്കെ കണ്ണിനെ നടിച്ച്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. ഇനി അതിന് സമ്മതിക്കില്ല ഞാൻ. അവൾക്ക് നീയൊക്കെ കാരണം ഉണ്ടായ നഷ്ടം ചെറുതല്ല, ജീവിതകാലം മുഴുവൻ മറക്കാൻ അവൾക്ക് കഴിയില്ല. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മര്യാദക്ക് അടങ്ങി നീ കഴിഞ്ഞോണം, ഇല്ലേ? അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. രാത്രി മീരക്കുള്ള ഭക്ഷണവുമായി വന്ന സ്ത്രീ കാണുന്നു. കരഞ്ഞു തളർന്നുറങ്ങുന്ന അവളെ നോക്കി ഭക്ഷണം ചിരിയുമായി വാതിൽക്കൽ നിൽക്കുന്ന 2 ചെറുപ്പക്കാരെയാണ്. ഡാ, അവന്റെ വിളി കേട്ട് അവന്മാർ സ്ഥലം വിട്ടു. മീര ഞെട്ടി ഉണർന്നു. സർ, എന്താണോ വാതിലടച്ചിട്ട് കിടക്കാത്തത്? ആ സർ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഞാൻ വന്നിലേക്ക് കാണായിരുന്നു. അവൾ തലകുനിച്ച് നിന്നു. എന്നാലും താൻ ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ട സർ. പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ. പ്ലീസ് സർ, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വേണ്ട. പറ്റില്ല, കഴിച്ചേ പറ്റൂ. വാ ഇവിടെ ഇരിക്കുക. സർ, എനിക്ക് വേണ്ട. ഇരിക്കടി അവിടെ. അവന്റെ ശബ്ദമുയർന്നു. ഇരിക്കാൻ. അവനവളെ പിടിച്ചിരുത്തി. ചോറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വാ കഴിക്ക്. സർ. തുറക്കടി വാ. അവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അവൾ വായ തുറന്നു. അവനവൾക്ക് ചോറ് വാരി കൊടുത്തു. എന്തെങ്കിലും എടുക്കാൻ വേണ്ടി എടുത്തു വാ. ശ്രീ പറഞ്ഞു. എങ്ങോട്ട്? അവൾ ചോദിച്ചു. എന്റെ വീട്ടിലേക്ക്.
അല്ലാതെ ഇങ്ങോട്ടാ? അളിയൻ പറഞ്ഞിട്ടുണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുവാ, വേഗം വാ. ഇല്ല സർ, ഞാൻ വരില്ല. സാറിനെ നിർബന്ധിക്കരുത് പ്ലീസ്. നിന്നോട് വരുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, വരാൻ പറഞ്ഞാ അനുസരിച്ചാ മതി. സാറ് പൊക്കോ, ഞാൻ വരില്ല. അകത്തേക്ക് നടക്കാനൊരുങ്ങി അവൾ അവൻ പിടിച്ചു നിർത്തി. നീ വരും, ഞാൻ നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നെ വിട്. നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ കൂടി എന്നെ അനാഥയാക്കി. ഇനി എന്തിനെന്നെ നിങ്ങൾ ശല്യം ചെയ്യുന്നത്? അയാളെപ്പോലും നിങ്ങൾക്കും എന്നെ. നീ എന്താടി പറഞ്ഞ പുള്ളേ? എന്നെ അങ്ങനെയാണ്ട് നീ കണ്ടിരിക്കുന്നത്? അവന്റെ കരം അവിടെ കവിളിൽ പതിച്ചു. അവൻ അവിടെ കവിളിൽ തന്റെ കരമമർത്തി. നീ എന്ത് വേണമെങ്കിലും ചെയ്തോടി പുള്ളേ, എനിക്കെന്താ? അതും പറഞ്ഞ് അവനോടൊന്ന് പോയി. താൻ പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയെന്ന് അവൾക്ക് തോന്നി. ഇന്നൊരു അനാവശ്യമായൊരു നോട്ടം പോലും സാറിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴത്തെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് അവൾ ഓർത്തു. എന്താ ശ്രീ, അവൾ വന്നില്ലേ? ഒറ്റയ്ക്ക് കയറി വരുന്ന സ്ത്രീയെ നോക്കി മിഥുൻ ചോദിച്ചു. അവള് വരണ്ട, അവിടെ ഞാൻ കിടക്കട്ടെ, എന്ത് വേണം ചെയ്തോട്ടെ. ഓപ്പ്. അവന് ദേഷ്യം വന്നു. എന്താടാ, അവൾ നിന്നോട് വഴക്കിട്ടോ? എന്താ നിനക്ക് ദേഷ്യം വരാൻ കാരണം? അവൾക്ക് അഹങ്കാരം, അവള് വരണ്ട. എന്താ ഉണ്ടായതെന്ന് പറയേണ്ട കളിയാ. അവനുണ്ടായതെല്ലാം പറഞ്ഞു. അത്രയേ ഉള്ളൂ. അതിനാണോ നീ ഇങ്ങനെ കലിപ്പുള്ളിരിക്കുന്നത്? അവള് സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാവും. അതിന് നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? അവളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. മിഥുൻ അവിടുന്ന് പോയി. മോളെ, ഇവിടെ തനിച്ചിക്കണ്ട, ഏട്ടനൊപ്പം വാ. സർ. ഇനി സാറെന്ന് വിളിക്കണ്ട. മകൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത ഞാനാ. മോളെ എനിക്ക് എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ്. മോളെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. ഈ ഏട്ടനെ സങ്കടപ്പെടുന്ന മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മോളെ ഏട്ടനൊപ്പം വരണം. എന്താ, വരില്ലേ? സർ. സാറല്ല, ഏട്ടൻ. വിളിക്കും മോളെ, ഏട്ടാന്ന്. ഏട്ടാ. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോയി. മീരയും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ സന്ധ്യയും മീനും പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്തിനാ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? സന്ധ്യ ചോദിച്ചു. ഇവളിനി ഇവിടെ താമസിക്കും, എതിർപ്പുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, മിഥുൻ പറഞ്ഞു. പിന്നെ ഇവള് സെർവൻ്റായിട്ടല്ല, എൻ്റെ പെങ്ങളായിട്ടാ. ഇവൾക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും കാരണം ഉണ്ടായാ അവർ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. പറഞ്ഞേക്കാം. നാളെ മുതൽ പുതിയ സെർവൻ്റ് വരും. വാ മോളെ. മിഥുൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്കുള്ള റൂം കാണിച്ചു കൊടുത്തു. ഇനി മുതൽ ഇതാണ് മോളുടെ റൂം, ഫ്രഷ് ആയിക്കോ. മിഥുൻ അവിടുന്ന് പോയി. അവൾ വാഷ്റൂമിൽ കയറി ഫ്രഷായി. പുതിയ സെർവൻ്റ് വന്നെങ്കിലും മീര കിച്ചണിൽ കയറി അവരെ സഹായിക്കും. അവൾ വന്നിട്ട് 2 ദിവസമായെങ്കിലും ശ്രീ ഇതുവരെ അവളോട് മിണ്ടുകയോ അവൾക്ക് മുഖം കൊടുക്കുകയോ ചെയ്തില്ല. അവൾക്കതിൽ സങ്കടം തോന്നി. ഒരു ദിവസം സ്ത്രീക്കുള്ള കോഫിയുമായി അവൻ്റെ റൂമിലെത്തിയതാണ് മീര. അവൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സർ, കോഫി. അവൾ കോഫി അവന് നേരെ നീട്ടി. അവൻ അവളെ തുറിച്ചു നോക്കി. ശേഷം ജോലി തുറന്നു. സർ. അവൾ വീണ്ടും വിളിച്ചു. എന്താ? കോഫി. നിന്നോട് ഞാൻ കോഫി ചോദിച്ചോ? അവൾ കോഫി ടേബിളിൽ വെച്ചു. അവൻ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അവൾ കൈനീട്ടി അവനെ തടഞ്ഞു. സർ. എന്താടി? സർ പ്ലീസ്. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ നീ പഴച്ചു. നീ പോ. സർ. അങ്ങോട്ട് മാറടി. അവനോട് കൈ തട്ടി മാറ്റി അവിടുന്ന് പോയി. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുഖം പൊത്തി കരഞ്ഞു. അപ്പോഴാണ് മിഥുൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ, എന്തിനേ കരയുന്നത്? ഏട്ടാ. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താ കാര്യം? സാറിനോട് മിണ്ടുന്നില്ല ഏട്ടാ. അതാണോ കാര്യം? ആ മോൾ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള സങ്കടം കൊണ്ടാണ് പിണങ്ങി കിടക്കുന്നത്. മോള് പോയി ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മോള് പോയി അവനോട് സോറി പറഞ്ഞേക്ക്. അവൻ ആ ബാൽക്കണി കാണും. ചെല്ല്. ഏട്ടാ ഞാൻ. ചെല്ല് മോളെ. അവൾ അവൻ പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് പോയി. അവൻ അവിടെ ബീൻ ബാഗിൽ ഇരിക്കുകയായിരുന്നു. അവൾ അവനടുത്തേക്ക് പോയി. അവളുടെ സാമീപ്യം പറഞ്ഞെങ്കിൽ അവൻ നോക്കിയില്ല. സർ, അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അല്ല, സാറിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. സോറി. എന്നോട് സാർ ഇനി ഇങ്ങനെ പിണങ്ങില്ല സർ, പ്ലീസ്. അവനൊന്നും പ്രതികരിച്ചില്ല. സർ പ്ലീസ്, എന്നോട് ക്ഷമിക്ക്. അവൾ അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞു. അവൻ പെട്ടെന്ന് കാല് പിന്നിലേക്ക് വലിച്ചു. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവൾ അവൻ്റെ മടിയിലേക്ക് വീണു. അവനവൾ ഇടുപ്പിലേക്ക് ചേർത്ത് പിടിച്ചു. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താണ് ഈ ഉണ്ടക്കണ്ണി നോക്കുന്നത്? അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളെ അവൻ വയറിലൂടെ ചേർത്ത് പിടിച്ചു. സർ, എന്നെ വിടൂ പ്ലീസ്. ഇല്ല, വീടില്ല. സർ. സാറല്ല, ശ്രീയേട്ടൻ. അങ്ങനെ വിളിച്ചാൽ മതി. സർ. പറഞ്ഞില്ലേ, ശ്രീയേട്ടൻ. അവനവിടെ ചുണ്ടിൽ വിരൽ ചേർത്തു. ഞാൻ എപ്പോഴും അറിയാതെ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി പെണ്ണേ. അതാ നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. സോറി. അവനവിടെ കയ്യിൽ തൻ്റെ അധരങ്ങൾ ചേർത്തു. വേണ്ട സർ, ഇതൊന്നും ശരിയാവില്ല. സാറിന് ചേർന്നൊരു പെണ്ണല്ല ഞാൻ. എന്നെ വിട്ടേക്ക്. അവൾ എഴുന്നേറ്റു. അവനവളുടെ കയ്യിൽ പിടിച്ചു. അവനെ എഴുന്നേറ്റു. നിന്നെ അങ്ങനെ വിട്ടുകളയാനല്ല പെണ്ണേ ഞാൻ സ്നേഹിച്ച്. എന്നും എൻ്റെ ഒപ്പം കൂട്ടാനാ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതും പറഞ്ഞ് ഞാൻ അവിടുന്ന് പോയി.
അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. ഒരു ദിവസം ശ്രീ മീരയുടെ റൂമിലേക്ക് വന്നു. അപ്പോൾ അവൾ തന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഫയലിൽ വെക്കുകയായിരുന്നു. അവൻ അവിടെ പിന്നിൽ വന്ന് നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ അവിടുന്ന് എഴുന്നേറ്റ് തിരിഞ്ഞപ്പോഴാണ് അവനെ കണ്ടത്. എന്താ സർ? അവൾ ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു ഈ സാറ് വിളി വേണ്ടാന്ന്. നീ വേറെ റെഡിയാ വാ, ഞാനവിടെ ജ്വല്ലറി വരെ പോവാ. നീ വാ. ഞാൻ വരുന്നില്ല. പറയുന്നത് കേട്ടാ മതി. ഞങ്ങൾ ഏറ്റവും വരുമ്പോൾ നീ അത്രയും നേരം ഇവിടെ നിന്ന് ബോറടിക്കും. ഇവിടെയുള്ളവരാരും നിന്നോട് സംസാരിക്കില്ലല്ലോ. വേറെ റെഡി ആയിട്ട് വാ. അവനവിടുന്ന് പോയി. അവൾ റെഡിയായി താഴേക്ക് പോയി. അവരോടൊപ്പം ജ്വല്ലറിയിലേക്ക്. മിഥുൻ അവൾ സ്റ്റാഫിനൊക്കെ പെങ്ങളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ലേറ്റായിട്ടാണ് അവർ വീട്ടിലെത്തിയത്. കുറച്ച് ദിവസം കഴിഞ്ഞൊരു ദിവസം മീര കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തലതോർത്തുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ വയറിൽ തണുപ്പ് നോക്കി അവൾ കണ്ണാടിയിലൂടെ നോക്കി. അവൾക്ക് പിന്നിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ശ്രീ നിൽക്കുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു എന്താണ് ഉണ്ടായതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ. അവനോട് അരയിൽ പൊന്നരഞ്ഞാണം ചാർത്തിയതായിരുന്നു. അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അവൻ മേലെ അവളുടെ കാതോരം ഒഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ ഡിയർ. അവൾ തിരിഞ്ഞവൻ അത്ഭുതത്തോടെ നോക്കി. എന്റെ പിറന്നാൾ ഇന്നാണെന്ന് അവൾ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻ എൻ്റെ വിരൽ അവളുടെ ചുണ്ടിന് മീതെ വെച്ച്. ഇന്ന് നിന്റെ പിറന്നാളാണെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അന്ന് നിന്റെ റൂമിൽ വന്നപ്പോൾ നിന്റെ കയ്യിലെ സർട്ടിഫിക്കറ്റ് നോക്കി. അവനവളെ ചേർത്ത് പിടിച്ച് കണ്ണാടിയിലൂടെ നോക്കി. എൻ്റെ പെണ്ണിൻ്റെ അരക്കേട്ടിൽ ഈ പൊന്നരഞ്ഞാണിങ്ങനെ കിടക്കുന്നത് കാണാൻ എന്ത് ചന്തമാണെന്നറിയ പെണ്ണേ. അവനവളെ ചേർത്ത് നിർത്തി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അവൾ കണ്ടു. അതെ, ഈ പൊന്നരഞ്ഞാണിങ്ങനെ പുറത്തിട്ട് നടക്കണ്ട. അതെ, എനിക്ക് മാത്രം കാണാനുള്ളതാ. അന്ന് വൈകുന്നേരം മിഥുനും ശ്രീയും ചേർന്ന് അവളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. മിഥുൻ അവൾക്ക് പിറന്നാൾ സമ്മാനം നൽകി. അവളുടെ കൈ പിടിച്ച് അവൻ കയ്യിൽ വളയിട്ട് കൊടുത്തു. മോളെ, സാധാരണ നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ട്. ഒരു പയ്യന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട പയ്യന്റെ അമ്മയോ സഹോദരിയോ പെണ്ണിനെ വളയിട്ട് വിവാഹർപ്പിക്കുന്ന രീതി. ഇവിടെ ഇപ്പം അമ്മയില്ല. ഉള്ള സഹോദരിയാണെങ്കിൽ ഇങ്ങനൊരു സാധനം. അതുകൊണ്ട് പയ്യന്റെ അളിയനായി ഞാൻ വളയിട്ട് ഈ വിവാഹം ഉറപ്പിക്കുക. നീ ഇനി മുതൽ ശ്രീയുടെ പെണ്ണ. അത് കേട്ട് സന്ധ്യയും മീനും ഞെട്ടി. മിഥുൻ, നിങ്ങളെന്തീ പറയുന്നത്? മീനു അല്ലേ ഇവന്റെ പെണ്ണ്? സന്ധ്യ ചോദിച്ചു. മീനുവിന് മാത്രമാണ് ഇഷ്ടം. ആ ഇഷ്ടം ഇവനില്ല. അതുകൊണ്ട് ഇവന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഏട്ടൻ്റെ പെങ്ങളല്ലേ. എന്നെ സങ്കടപ്പെടുത്ത ഏട്ടനെങ്ങനെ തോന്നി? മീനു പറഞ്ഞു. നീ എനിക്ക് പെങ്ങൾ തന്നെയാ. സന്ധ്യ ഞാൻ വിവാഹം കഴിച്ച അന്ന് മുതൽ ഇവൻ എൻ്റെ അനിയനുമാ. ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ ഇവനെ നിർബന്ധിക്കില്ല. മീനു ഓടി മീരക്കടുത്തേക്ക് പോയി. ഡീ, നീ എൻ്റെ ശ്രീയുടെ എന്തെങ്കിലും തട്ടിയെടുക്കുമല്ലേ? അവളെ തല്ലാനായി കൈ ഉയർത്തിയതും ശ്രീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഇവളെൻ്റെ പെണ്ണാ. ഇവളുടെ ദേഹത്ത് നിന്റെ ഒരു വിരലെങ്കിലും പതിച്ചാ ഈ സ്ത്രീയെ പോലെ മോശമായി പിന്നെ നീ ആരെയും കാണില്ല. പറഞ്ഞേക്കാം. ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇവിടുന്ന് ഇറങ്ങിപ്പോവാം, ശ്രീ പറഞ്ഞു. ശ്രീ, നീ തനിച്ചായതുകൊണ്ടാണ് ഞാനും സന്ധ്യ ഇവിടെ നിന്നോടൊപ്പം താമസിച്ചത്. നിനക്കൊരു കൂട്ടായി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകും. അത് നേരത്തെ തീരുമാനിച്ച ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകും. ഇടയ്ക്കൊക്കെ വരാം. അതാ നല്ലത്. അളിയാ, അത് നിങ്ങളുടെ പ്രൈവസിയിൽ മറ്റാരും വേണ്ട ശ്രീ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം സന്ധ്യയുടെയും മീനുവിന്റെ എതിർപ്പിന് വകവെക്കാതെ മിഥുന്റെ അനുഗ്രഹത്തോടെ മീര ശ്രീയുടെ പെണ്ണായി. അവന്റെ താലിയും സിന്ദൂരണിഞ്ഞ് അവന്റെ അരികിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകൾ തുടച്ചു. ഏയ്, ഇനി എന്തിന്റെ പേരിലായാലും ഈ കണ്ണുകൾ നിറയാൻ പാടില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നീ എൻ്റെ പെണ്ണാ, ഈ ശ്രീഹരിയുടെ പെണ്ണാ. എൻ്റെ പെണ്ണിനീക്ക് അറിയുന്നത് എൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലാവണം. അതുവരെ ഈ കണ്ണുകൾ നിറയാൻ പാടില്ല. അവൻ അവളുടെ കണ്ണുനീർ തൻ്റെ അധരങ്ങളാൽ ഒപ്പിയെടുത്തു. അവളുടെ കവിളിൽ കൈ ചേർത്ത് അവളുടെ സീമന്തരേഖയിൽ അധരങ്ങൾ ചേർത്തു. ശേഷം അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കരവലയത്തിൽ അവൾ എല്ലാ ദുഃഖങ്ങളും മറന്നു. ഇനി അവർ ജീവിക്കട്ടെ അവരുടെ മാത്രം ലോകത്ത്.